ബസൂക്ക പടം തുടങ്ങുന്ന തന്നെ ഒരു എയർപോർട്ടിനകത്ത് നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഷൈൻ ടോം ഇരുന്നിട്ട് വേറെ ഏതോ ഭാഷയിൽ ഒരു ഒരു കാര്യം പറയുന്നതും അവിടെ നിന്നാണ് പടം അങ്ങനെ തുടങ്ങി തുടങ്ങി പോകുന്നത്. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ കാണാൻ പടം കാണാൻ നല്ല രസമുണ്ട്. അതായത് ഒരു വിദേശ വനിത എന്തോ ഒരു സാധനം എയർപോർട്ടിൽ നിന്ന് പുറത്ത് കടത്താനും അതേപോലെ തന്നെ അവരെന്തോ ഒരു ഒരു സംതിങ് ഈസ് ദെയർ എന്നുള്ളൊരു സാധനം നമുക്ക് ഇങ്ങനെ കിട്ടും. അവരെന്തോ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ എന്തോ ഒരു മിസ്റ്ററി അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് പടം മുന്നോട്ട് പോകുന്നത്. അതും നല്ല രസമുള്ള നല്ല ക്വാളിറ്റിയിൽ നല്ല വിഷ്വൽസ് നല്ല സൗണ്ടൊക്കെ ഉള്ള ഒരു സിനിമ. അപ്പൊ അവിടെ മുതൽ തന്നെ നമുക്കിങ്ങനെ നല്ല പടം നല്ല കിടലം പടം കിണ്ണ സാധനം എന്നുള്ളൊരു ഫീൽ നമുക്കുള്ളിൽ കയറി വരും. പക്ഷേ പടം കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങിയതോടുകൂടെ ഒരു വല്ലാത്തൊരു ലാഗിങ് ഇടയുന്ന പടമായിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. അത് പിന്നെ മാത്രമല്ല ഈ പടം ഇങ്ങനെ തുടങ്ങി പിന്നെ ഇവരെല്ലാരും കൂടെ ഒരു ബസ്സിൽ കയറി വരുന്നു. പിന്നെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കുറെ ഇവന്റുകളും അതിൽ റാൻഡമായിട്ട് കാണുന്ന ഒരാളോട് ഈ കഥകൾ മൊത്തം കഥ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് ഇത് തോന്നിയത്. മാത്രമല്ല അതിനകത്ത് ഒരുപാട് ക്ലീശേ സാധനങ്ങൾ, അതായത് മമ്മൂക്ക ബസ്സിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് നമ്മുടെ മറ്റേ ജോയ്മോൻ, അതായത് വാഴയിലുള്ള ജോയ്മോനും പിന്നെ അതേപോലെ തന്നെ വാണ്ടർലസ്റ്റ് പ്രേമലൂലുള്ള ഇവർ രണ്ടുപേരും കപ്പിൾസ് ആയിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവര് ഈ വാണ്ടർലസ്റ്റ് ഇരുന്നിട്ട് പറയാണ് എന്ത് ഗ്ലാമറാലേന്ന്. അവിടെ മുതൽ തന്നെ നമുക്ക് ഈ ക്രിഞ്ച് ക്ലീശ നമുക്ക് അടിച്ചു പോകും. എത്ര പടത്തിലാണ് ഈ ഒരു സെയിം സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ട് കേട്ട് മടുത്തു പോയി എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഈ ജോമോന്റെ ഒരു ഒരു ടൈപ്പ് സാധനം, ജോമൻ ജ്യോതിറിന്റെ ഒരു സാധനം എനിക്ക് തോന്നിയത് ഈ നോബിയുടെ ഒക്കെ ആദ്യത്തെ സിനിമകളിൽ ഇറക്കിയിട്ടുള്ള കുറെ ടൈപ്പ് സാധനം ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഈ പബ്ജീനെ മറ്റേ പാർലേജി എന്ന് പറയുക, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാഴയിൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഭയങ്കര വെറുപ്പിക്കൽ സാധനമായിട്ടാണ് സത്യം പറഞ്ഞാല് തോന്നിയത് എന്നുള്ളതാണ്. ഒട്ടും നമുക്ക് കോമഡി എൻജോയ് ചെയ്യാനേ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് ഈ കോമഡി കേൾക്കുമ്പോൾ എന്നുള്ളൊരു ടൈപ്പ് ഫീല് വരുന്ന രീതിയിലുള്ള ഒരു ഒരു കുറേ സംഗതികളാണത്. പിന്നെ ബസ്സിന്റെ ഉള്ളിൽ കണ്ട ബസ്സല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ ചെയ്തേക്കുന്നത്, അതിന്റെ ഒരു ഇന്റീരിയർ ചെയ്തേക്കുന്നത്. പിന്നെ ലോജിക്കലി ഒരിക്കലും ഈ പടം ലോജിക്കിനെ സോൾവ് ചെയ്യുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അതായത് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ റാൻഡമായിട്ട് നമ്മൾ കാണുന്ന ഒരാളോട് നമ്മൾ ഒരുപാട് സീക്രട്ട് സാധനങ്ങളൊക്കെ റിവീൽ ചെയ്യുക, സംസാരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ ഹാപ്പൻഡ് അല്ലേ, അത് ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ സിനിമക്കകത്ത് അത് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ക്യാരക്ടർ ഇതിനകത്ത് ഒരു പിവോട്ട് വൈറ്റൽ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വിത്ത് ഹിം എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടും. പക്ഷേ പടം മുന്നോട്ട് പോയി കുറച്ചങ്ങ് പോകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പടം അത് റിവീൽ ചെയ്യുന്നില്ലെങ്കിലും സിനിമ സ്ക്രിപ്റ്റ് അത് റിവീൽ ചെയ്യുന്നില്ലെങ്കിലും ഇയാൾ ആരാണ് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സാധനം കുറെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എനിക്കത് കിട്ടി. ആ സാധനം ആ ഒരു പടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ അത് കിട്ടി. പിന്നെ പടം കാണുന്ന സമയത്ത് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു പുതിയ ചാപ്റ്റർ റിവീൽ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു പുതിയ ഫേസിലേക്ക് പടം കിടക്കുന്ന രീതിയിലോ ഇതിനകത്ത് തോന്നിയില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല വേറൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് വരുന്ന ഇതൊരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് ഓഫ് സാധനമാണ്. അത് മാത്രമല്ല ഈ പടത്തിന്റെ പ്ലോട്ട് പിടിച്ചേക്കുന്നതും നല്ല രസമാണ്. നല്ല രസത്തിലാണ് ഇതിന്റെ ഒരു പ്ലോട്ട് പിടിച്ചേക്കുന്നതും അത് പറയാൻ ശ്രമിച്ചേക്കുന്നതൊക്കെ നല്ല രസത്തിലാണ്. പക്ഷെ പ്രശ്നം കിടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ ഈ പടം അങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു വന്നത് വേറെ ആയിരുന്നു. അതായത് ഇതിനകത്ത് ചില കാര്യങ്ങൾ, അതായത് മോഡേൺ മമ്മൂക്കേന്റെ പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഗെയിമുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു മൗസ് ആൻഡ് ക്യാറ്റ് പ്ലേ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് പടമാണിത്. അപ്പൊ അതിനകത്ത് ഗെയിമിന്റെ ചില എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് സാധനം എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനോട് അധികം എക്സ്പോസ്ഡ് ആവാത്ത ഒരു 80s 70s ജനിച്ചിട്ടുള്ള ഒരാൾ ഈ പടം കാണുമ്പോൾ ചിലപ്പോൾ ആ ഡിവൈസ് കാണുന്ന സമയത്ത് അത് കണക്റ്റഡ് ആവില്ലായിരിക്കും അവർക്ക്. അതുകൊണ്ട് തന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഓൾറെഡി മനസ്സിലായ ഒരു കാര്യത്തിനെ പിന്നെ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതായത് ഒരു കൊറിയർ കിട്ടുന്നതും അതിനകത്ത് ഉള്ള ക്ലൂവും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഇത് സാധനം, എന്താ അവിടെ ഉദ്ദേശിച്ചേക്കുന്നതെന്ന്. പക്ഷെ അത് പിന്നെയും വന്നിട്ട് വേറൊരാൾ അത് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഭയങ്കര എന്തിനാ അത് പറയുന്നതെന്നുള്ളൊരു സാധനം തോന്നിപ്പോയി എന്നുള്ളതാണ്.
പിന്നെ അങ്ങനെ പടം അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പിന്നെ നമുക്ക് കാര്യം മനസ്സിലാവും എവിടേക്കാണ് ഈ സാധനം പോകുന്നത് എന്നുള്ളത് നമുക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്യും. ക്ലൈമാക്സ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ക്ലൈമാക്സ് വരികയും ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ഇത് ഗൗതം വാസുദേവ മേനോൻ നായകനായിട്ടുള്ള ഒരു പടവും മമ്മൂട്ടി അതിനകത്തൊരു സൈഡ് റോൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റോൾ ചെയ്യുന്ന പോലത്തെ ഒരു പടമായിട്ടാണ് ശരിക്കും എനിക്ക് ബസൂക്ക എന്ന് പറഞ്ഞ പടം തോന്നിയത്. പിന്നെ ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമായത് ഇതിനകത്തുള്ള BGM ആണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നതാണ്. അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല തിയേറ്ററിൽ, നല്ല സൗണ്ടുള്ള ഒരു തിയേറ്ററിൽ ഇരുന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് അത് ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. നല്ല രസമുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല മറ്റൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നതാണ്. ക്യാമറയും വലിയ കുഴപ്പമില്ലാതെ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിന് അകത്ത് സെറ്റ് ഇട്ടേക്കുന്നത് നമുക്ക് ഇത് സെറ്റാണ് നമുക്ക് മനസ്സിലാവും പല സ്ഥലത്തും. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്താ പറയുക, ഒരു സിംബോളിക് ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പടത്തിൻ്റെ ഇൻ്റർവെല്ലിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ വേണമായിരുന്നോ എന്നുള്ളൊരു സാധനം നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അതൊക്കെ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ടൈറ്റിൽ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട്. അതായത് സിനിമയുടെ കോർ എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ടൈറ്റിലൊക്കെ വന്നു പോകുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടിൻ്റെ ഒരു ഇൻട്രോയിലെ മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന് എഴുതി കാണിക്കുന്നിടത്ത് നല്ല രസമുണ്ടായിരുന്നു. അത് ചെയ്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചില സിനിമയിലൊക്കെ ഇത് സെയിം സാധനം വന്നിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് അത് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനെന്ന്. അപ്പോൾ കോർ എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ പിന്നെ മാത്രമല്ല മമ്മൂക്ക എന്ന് പറയുന്ന ഫിഗറിനെ പല ഡ്രസ്സിൽ, പല സിറ്റുവേഷൻസിൽ, പല രീതിയിൽ ഗൂസ് പമ്പ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്ലേസ് ചെയ്യാൻ ഈ പടം ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫാൻ ബോയ്സിന് അല്ലെങ്കിൽ ഫാൻസിന് ചിലപ്പോൾ അതൊരു ഗൂസ് ബംപ് മൂവ്മെൻ്റ് ആയി തോന്നിയേക്കും. പക്ഷേ പല സ്ഥലങ്ങളിലും അങ്ങനെ അത് വേണമായിരുന്നോ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ലോ മോഷൻ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ പടം ഒന്നുകൂടെ മുന്നോട്ട് പോകുമല്ലോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്ക് പല സ്ഥലത്തും വന്നു എന്നുള്ളതാണ്. അതായത് ഭയങ്കര സ്ലോ മോഷൻ, ഭയങ്കര സാധനം കിടന്ന സമയത്ത് നമ്മൾ ഈ യൂട്യൂബിൽ ചില സമയത്ത് ചില ആൾക്കാർ ചില വീഡിയോ കാണുന്ന സമയത്ത് നമ്മളത് 2x ഇടുമല്ലോ, അതേപോലെ പടം 2x ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്നോട്ട് മുന്നോട്ട് പോയതിന് തോന്നിപ്പോയി എന്നുള്ളതാണ്. ഈ പടം ഇത്രയും ലെങ്തി ആവാൻ കാരണം എനിക്ക് തോന്നി ഇതിൻ്റെ ഈ എന്താ പറയുക, സ്ലോമോ സാധനങ്ങൾ പിടിച്ചേക്കുന്നതാണെന്നുള്ളതാണ്. എന്നാൽ ഈ സ്ലോമോ ചില സ്ഥലങ്ങളിൽ കാണാൻ രസം ഉണ്ട് താനും. അപ്പോൾ എല്ലായിടത്തും ഈ സാധനം പിടിക്കാണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും ഇതൊന്ന് അവോയ്ഡ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളതാണ്. പിന്നെ പോലീസുകാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ പോലത്തെ ഒരു പടം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഗൗതം വാസുദേവ മേനോനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് മമ്മൂക്ക് കഥ പറഞ്ഞിട്ടാണ് ഗൗതം വാസുദേവ മേനോൻ ആരാണ് ഇതിനകത്ത് ആ ഒരു സ്പെസിഫിക് ക്യാരക്ടർ എന്നുള്ളത് മമ്മൂക്ക് തന്നെയാണ് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ പുള്ളിനെ ഇവിടെയാണ് കയറ്റി വെച്ചേക്കുന്നത്. പക്ഷേ പുള്ളി ഒരു വിഷയത്തിനെ കോൺഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി ഇവിടെ ആയി പോവാണ്, താഴെ ആയി പോവാണ് എന്നുള്ളതാണ്. അതായത് പുള്ളിക്ക് അത് സോൾവ് ചെയ്യാനോ അതിൻ്റെ ക്ലൂസ് വെച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ പുള്ളിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവരെന്നിട്ട് പല സ്ഥലത്തും പോയി കള്ളം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ആറാട്ടണ്ണൻ ഈ പടത്തിൽ കയ്യടി കിട്ടിയ ഒരു ഏരിയ എന്ന് പറയുന്നത് ആറാട്ടണ്ണനെ കാണിച്ചപ്പോഴാണ്. റിയലി മമ്മൂക്കാക്ക് പോലും പടത്തിന് കയ്യടി കിട്ടിയില്ല എന്നുള്ളതാണ് ഇൻട്രോ സീനിൽ. പക്ഷേ തിയേറ്റർ മൊത്തം കൈയടിച്ചത് അണ്ണനെ കാണിച്ചപ്പോഴാണ് എന്നുള്ളതാണ് ഒരു രസകരമായിട്ടുള്ള കാര്യം. എനിക്കും അതൊരു സർപ്രൈസിങ് എലമെന്റ് ആയിരുന്നു. പിന്നീടാണ് പുള്ളി അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു പുള്ളീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷെ ആ ക്ലൂവും ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കറിയാം അവിടെ അല്ല വരാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ എന്നിട്ടും പോലീസുകാർക്ക് അത് കിട്ടിയില്ല, കണക്റ്റ് ആയില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ലോജിക്കിനൊക്കെ കുറേ പ്രശ്നങ്ങളുള്ള, ഭയങ്കര ലാഗുള്ള, അങ്ങനെ പടങ്ങൾ മൂവ് ആവാത്ത രീതിയിലുള്ള എന്നാൽ നല്ല ക്യാമറയും നല്ല മ്യൂസിക്കും ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ടാണ് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കാണുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യും.